വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ 46 അധ്യായത്തിൽ ജോഷുവ, കാലേബ്, സാമുവേൽ, നാഥാൻ തുടങ്ങിയ വിശ്വാസത്തിലെ മഹാന്മാരെ സ്തുതിക്കുന്നു. ജോഷുവ മോശയുടെ പിൻഗാമിയായി ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചു ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയി. കാലേബ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ സംശയിക്കാതെ ധൈര്യത്തോടെ മുന്നേറി. സാമുവേൽ പ്രവാചകനും ന്യായാധിപനുമായിരുന്നു. ജനങ്ങളെ ദൈവത്തിന്റെ വഴിയിൽ നടത്തുകയും രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. നാഥാൻ ദൈവത്തിന്റെ പ്രവാചകനായി ദാവീദിനോട് സത്യവും നീതിയും പറഞ്ഞു. അധ്യായം 47 ദാവീദ്, സോളമൻ, റെബോവാം, യെറോബോവാം എന്നിവരെ കുറിച്ചാണ് വിവരിക്കുന്നത്. ദാവീദ് ദൈവം തിരഞ്ഞെടുത്ത രാജാവായി ശത്രുക്കളെ ജയിച്ചു. സ്തോത്രഗാനങ്ങൾ രചിച്ചു. ജനത്തെ ദൈവത്തിന്റെ വഴിയിൽ നടത്തുകയും ചെയ്തു. സോളമൻ ജ്ഞാനത്തിൽ പ്രശസ്തനായവൻ. ദേവാലയം പണിതു. തന്റെ ജ്ഞാനത്താൽ ലോകമെമ്പാടും പ്രശസ്തി നേടി. എന്നാൽ അവന്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു. വിദേശ സ്ത്രീകളുടെ സ്വാധീനത്തിൽ വിഗ്രഹാരാധനയിൽ വീണു. റെബോവാം തന്റെ അഹങ്കാരത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടു. യെറോബോവാം ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചു. വലിയ പാപം വരുത്തി. 48 അധ്യായത്തിൽ ഏലിയ, ഏലീഷ, എസക്കിയ, ഏശയ്യ എന്നിവരെ പ്രകീർത്തിക്കുന്നു. ഏലിയ പ്രവാചകൻ തീ പോലെ ഉയർന്നവൻ. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മഴ അടച്ചു തീ ഇറക്കി രാജാക്കന്മാരെ ശിക്ഷിച്ചു. അവൻ ജനത്തെ വിഗ്രഹാരാധനയിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. ഏലീഷ പ്രവാചകൻ ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി ഭാഗം ലഭിച്ചു. അവൻ അത്ഭുതങ്ങൾ ചെയ്തു. രോഗികളെ സുഖപ്പെടുത്തി മരിച്ചവരെ ജീവിപ്പിച്ചു. ദൈവം ദാവീദിനോട് കരുണ കാണിച്ചു. അവന്റെ വംശത്തിൽ നിന്ന് മിശിഹ വരുമെന്ന് ഉറപ്പിച്ചു. ഹെസക്കിയ രാജാവിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവനെ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തി. യേശയ്യ പ്രവാചകൻ രാജാവിനെ ഉപദേശിച്ചു. ദൈവത്തിന്റെ മഹത്വം പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.